നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നാളെയാണ് ആ പോരാട്ടം. റയൽ മാഡ്രിഡ് ലിവർപൂളുമായിട്ട് ഏറ്റുമുട്ടുന്നു. ആൻഫീൽഡിൽ വെച്ചിട്ടാണ് കളി നടക്കുന്നത്. നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായിട്ട് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ഈ തീപ്പൊരി പോരാട്ടം. റയൽ കളിച്ച 3 കളികളും വിജയിച്ച് 9 പോയിന്റോടെ പെർഫെക്റ്റ് സ്റ്റാർട്ടുമായിട്ട് നിൽക്കുകയാണ്. അതേസമയം ലിവർപൂളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിലവിൽ അവർ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 3 കളി 2 വിജയം 1 തോൽവി 6 പോയിന്റോടെ 10ാം സ്ഥാനത്തുമാണ്. അപ്പോൾ ഈ കളി അവർക്ക് വിജയിച്ചേ പറ്റൂ. റയലാവട്ടെ മിന്നും ഫോം തുടരാനുള്ള ശ്രമവുമാകും. ഒരു കിടിലൻ പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ട്രാവലിംഗ് സ്ക്വാഡ് നമുക്ക് നോക്കാം. ഗോൾ കീപ്പർമാരായിട്ട് കോർട്ടുവയും ല്യൂനിനും ഫ്രാൻ ഗോൺസാലസുമാണ് സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഡിഫൻസിൽ എദർ മിലിറ്റാവോ, ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ്, അസെൻസിയോ, കരേറസ്, ഫ്രാൻ ഗാർഷ്യ, മെൻഡി, ഹൂയിസൻ എന്നിവരുണ്ട്. അപ്പോൾ ഇതിൽ ട്രെൻഡിൻ്റെ കാര്യത്തിൽ അദ്ദേഹം 100% ഫിറ്റ് അല്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ന് വന്നുകൊണ്ടിരുന്നു. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ പഴയ ക്ലബിനെതിരെ എന്ത് പെർഫോമൻസ് അദ്ദേഹം നടത്തും കാത്തിരുന്ന് കാണാം. മധ്യനിരയിൽ ബെല്ലിംഗാമും കമവിംഗയും വാൽവർദയും ഷൂമനിയും ആർദ ഗ്യൂളറും സെബയോസുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. മുന്നേറ്റത്തിൽ വിനി ജൂനിയറും എൻട്രിക്കും എംബാപ്പയും റോഡ്രിഗോയും ഗോൺസാലോയും ബ്രാഹിമും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം, ഫ്രാങ്കോ മസ്റ്റൻഡൂനോക്ക് പിബാൽജിയ ഇന്ന് കൺഫേം ചെയ്തു. അപ്പോൾ അദ്ദേഹം സ്ക്വാഡിൽ ഇല്ല. എത്ര നാൾ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ്. ഏതായാലും ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വിനി ജൂനിയറും കിലിയൻ എംബാപ്പയും ഒരുമിച്ച് ആദ്യ ലെവലിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.